ജനുവരി 17 ഫ്രൈഡേയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലെവലുകൾ എങ്ങനെ വർക്ക് ചെയ്തെന്നുള്ളതും നാളത്തെ സാധ്യതയുള്ള ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് മേജർ ആയിട്ടുള്ള ഒരു റിസൾട്ട് റിലയൻസിൻ്റെ റിസൾട്ട് വരാനുണ്ട് എന്നുള്ളത്. റിസൾട്ട് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. കൺസോളിഡേറ്റഡ് റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ റിലയൻസിൻ്റെ എല്ലാ ബിസിനസ്സും കൂടെ ജിയോ ഉൾപ്പെടെയുള്ള എല്ലാ ബിസിനസ്സും കൂടെ ഉള്ളത് റവന്യൂ 7.7 ഇൻക്രീസ്, എബിറ്റയിൽ 7.8, നെറ്റ് പ്രോഫിറ്റിൽ 11.7 ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ അതായത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ FIs DIs ഒക്കെ ഡേറ്റ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉള്ളവരുടെ സ്റ്റാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷാണ്, നെറ്റ് ബുള്ളിഷാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പോൾ അതൊരു ഷോർട്ട് ടൈം ബുള്ളിഷ് എന്ന് പറയാം. എന്നാൽ ക്യാഷ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്റ്റിൽ ബിയറിഷാണ്. 4000 കോടിക്ക് മുകളിൽ സ്റ്റോക്കുകളൊന്നും അവർ സെല്ല് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കോണ്ടക്സ്റ്റിൽ ഉണ്ടാവട്ടെ. ഇനി നാളത്തെ കാര്യം പറഞ്ഞാൽ നാളെ പ്രധാനമായിട്ട് 2 ന്യൂസുകൾ, 2 റിസൾട്ടുകൾ വരാനുണ്ട്. നിഫ്റ്റി 50-ലെ വിപ്രോ, IT സെക്ടറിലെ വിപ്രോയുടെ റിസൾട്ട് വരാനുണ്ട്. ഇത് മനസ്സിലുണ്ടാവണം. അത് നിഫ്റ്റി 50-ലെ സ്റ്റോക്ക് ആയതുകൊണ്ട് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കാനിടയുണ്ട്. മറ്റൊരു ടെക് കമ്പനി ആയിട്ടുള്ള മഹീന്ദ്ര ടെക്കിൻ്റെ റിസൾട്ട് നാളെ വരാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിഫ്റ്റിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് നാളെ നമുക്ക് നോക്കാം. ഇനി ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലുകൾ ആസ് യൂഷ്വൽ നമ്മുടെ ലെവലുകളെല്ലാം റെസ്പെക്ട് ചെയ്തു. മാർക്കറ്റ് നമ്മുടെ ലെവലിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ അത് ബ്രേക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് ലെവൽ വരെ റാലി തന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആഡ് ചെയ്ത ഒരു സിംഗിൾ ലെവൽ ഉണ്ടായിരുന്നു. ആ ലെവലിൽ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്ത സമയത്ത് ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ ലെവലുകൾ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് ലൈവ് ട്രേഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി 1:3 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടായി. ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നാളേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ അഡീഷണലായിട്ട് നമുക്ക് ലെവലുകൾ ഒരെണ്ണം വരാനുള്ളത് ഈ 23,303 എന്നുള്ള ലെവല് ഇനി അങ്ങോട്ട് നമുക്ക് തൽക്കാലം ഇഗ്നോർ ചെയ്യാം. അതിന് പകരം നമ്മളിവിടെ ഇതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള നാളെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലെവൽ വന്നുകൊണ്ട് തന്നെ തൊട്ടടുത്ത് 20 പോയിൻറ്റിൽ നമുക്ക് ഇവിടെ ലെവലുള്ളതുകൊണ്ട് ഈ ലെവൽ ഇനി നാളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇതായിരിക്കും ലെവലിൽ വന്നൊരു മാറ്റം. 23,290 പ്ലസ് ഇത് നേരത്തെയുള്ള ലെവൽ അങ്ങനെ തന്നെ നിലനിന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മുകളിലേക്കുള്ള ലെവലുകൾ ഇങ്ങനെയാണ്. അപ്പോൾ നാളത്തെ സിനാരിയോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ലെവലിൻ്റെ മുകളിൽ ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് താഴേക്ക് വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബൗൺസ് ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ വരെ ബൈ പ്രിഫർ ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആണ്, ഇതിന് താഴേക്ക് ക്രോസ് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ റിസ്ക് റിവാർഡ് ഫേവർ ആണെങ്കിൽ ഇവിടെ വരെ ചെറിയ ട്രേഡിനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ നെക്സ്റ്റ് ലെവൽ വരെ സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ വന്ന് ഈ ലെവലിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നെക്സ്റ്റ് ലെവൽ വരെ ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ലെവലിലൊക്കെ ആണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ലെവലും കൂടെ ലെവൽ ബൗൺസ് ചെയ്ത് ഈ ലെവലും കൂടെ ക്രോസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഈ ലെവൽ വരെ സെല്ലിനുള്ള 23,345 വരെ സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടുന്ന് ഒരു 12:30-1 മണിയുടെയൊക്കെ മുന്നേ ഇതിന് താഴേക്ക് വന്ന് മുകളിലേക്ക് കയറുന്ന സിനാരിയോ വന്നാൽ നെക്സ്റ്റ് ലെവൽ വരെ ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി സെയിം ഡേയിൽ കിട്ടാം. അതല്ലെങ്കിൽ ഇത് ഒരു ദിവസം എടുത്തിട്ടാണ് ഇങ്ങനെ മാർക്കറ്റ് വന്ന് നിൽക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഇവിടെ നിന്നുള്ളൊരു ബൈങ്ങിനുള്ള ഈ ലെവലിൽ ഈ ലെവലിലേക്കുള്ള ബൈങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇത്രയാണ് പ്രധാനമായിട്ട് ഓപ്പർച്യൂണിറ്റികളുള്ളത്. അപ്പോൾ പറഞ്ഞ റിസൾട്ട് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ആ 2 റിസൾട്ടുകളുടെ ഇമ്പാക്റ്റ് കൂടെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ലെവലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ലെവലുകൾ എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് അറിയാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ലൈവ് ട്രേഡ് എടുത്ത ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് അറിയില്ലെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്തുന്നു.
നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ റിലയൻസ് റിസൾട്ട് വന്ന ദിവസം നമ്മൾ ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ BTST ടൈപ്പ് ട്രേഡാണ്, ഇൻട്രാഡേ BTST. പിന്നെ അതേപോലെ ലോങ് റണ്ണിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രേഡുകളുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, സീ യു നെക്സ്റ്റ്.